കെ.പി.സി.സി പുനഃസംഘടന വൈകുന്നതിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചില നേതാക്കളുടെ കടുംപിടുത്തമാണ് പുനഃസംഘടനാ നടപടികൾ പ്രതിസന്ധിയിലാക്കിയതെന്ന് വി.ഡി. സതീശനെതിരെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പരോക്ഷ വിമർശനം ഉന്നയിച്ച് ഒരു വിഭാഗം നേതാക്കൾ. മാസങ്ങളോളം മാരത്തോൺ ചർച്ചകൾ നടത്തിയിട്ടും ദില്ലിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാണാൻ നേതാക്കൾ 2 തവണ പോയിട്ടും കെ.പി.സി.സി പുനഃസംഘടന പൂർത്തിയാക്കാനായില്ല. ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ ചിലരുടെ കടുംപിടുത്തം കാരണം വഴിമുട്ടി. അതായത് DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കടുംപിടുത്തം പുനഃസംഘടനാ നടപടികളെ പ്രതിസന്ധിയിലാക്കിയെന്ന പരോക്ഷ വിമർശനമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ ഉന്നയിച്ചത്. പുനഃസംഘടന അനന്തമായി നീളുന്നു. പുനഃസംഘടനയിൽ ചർച്ചയോ സമവായമോ ഇല്ലെന്നും നേതാക്കൾ യോഗത്തിൽ വിമർശിച്ചു. കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരുടെ നിയമനം ഉടൻ ഉണ്ടാകുമെന്നും ഭാഗിക പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്നും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യോഗത്തിൽ മറുപടി നൽകി. എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന തന്നെ വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. AICC നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ ഭാഗിക പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിമർശനമുയർന്നത്. അതുകൊണ്ട് തന്നെ ഭാഗിക പട്ടിക പ്രഖ്യാപിച്ചാൽ കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പ് ഇനിയൊരു സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് സമയമില്ല എന്ന നിലപാടിലാണ് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ. പൊട്ടിത്തെറി ഒഴിവാക്കി സമവായത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കെ മുരളീധരൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൂടാതെ ശബരിമല വിഷയമുയർത്തി സംസ്ഥാനത്ത് 4 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കാനും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.